വെൽക്കം ടു മെട്രോ സ്റ്റാർ പ്ലസ്. മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയ താരങ്ങളിൽ ഒരാളാണ് ശ്രീവിദ്യ മുല്ലച്ചേരി. സ്റ്റാർ മാജിക് എന്ന പരിപാടിയിലൂടെയാണ് ശ്രീവിദ്യ പ്രേക്ഷകർക്കിടെ സുപരിചിതയായത്. സിനിമയിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് ശ്രീവിദ്യ എത്തിയതും. കാസർഗോഡുകാരിയായ ശ്രീവിദ്യ തന്റെ നിഷ്കളങ്കമായ സംസാര ശൈലിയിലൂടെയാണ് പ്രേക്ഷക മനം കവർന്നത്. മോഡലിംഗ് രംഗത്തും സജീവമാണ് ശ്രീവിദ്യ. ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു സിനിമാ സീരിയൽ താരമായ ശ്രീവിദ്യ മുല്ലച്ചേരിയുടെ സംവിധായകൻ രാഹുൽ രാമചന്ദ്രന്റെ വിവാഹം നടന്നത്. സോഷ്യൽ മീഡിയ ആഘോഷിച്ച വിവാഹം കൂടിയായിരുന്നു ഇരുവരുടേതും. 6 വർഷത്തോളം നീണ്ട പ്രണയത്തിനു ശേഷം ഒന്നായവരാണ് ഇരുവരും. യൂട്യൂബ് ബ്ലോഗിംഗുമായി സജീവമായ ശ്രീവിദ്യ കഴിഞ്ഞ ദിവസം പങ്കിട്ട വീഡിയോ ആണ് ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത്. ഒരുപാട് നാളായുള്ള ഒരു ആഗ്രഹം ഭർത്താവ് രാഹുൽ സാധിച്ചു തന്നതിന്റെ വിശേഷമാണ് പുതിയ വീഡിയോയിൽ ശ്രീവിദ്യ പങ്കിട്ടത്. മൂക്ക് കുത്തണമെന്ന ആഗ്രഹം വളരെ നാളുകളായി ശ്രീവിദ്യയ്ക്കുണ്ട്. എന്നാൽ അച്ഛന്റെ സമ്മതം ലഭിക്കാതിരുന്നതിനാൽ ആ ആഗ്രഹം ഏറെ നാളായി മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം രാഹുലും ശ്രീവിദ്യയും ശ്രീവിദ്യയുടെ നാടായ കാസർഗോഡ് വന്നിരുന്നു. ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് ഇരുവരും ഇവിടേക്ക് എത്തിയത്. വിവാഹശേഷം ശ്രീവിദ്യയുടെ യൂട്യൂബ് ചാനലിലെ തൊഴിലാളിയായി താനും മാറിയെന്നാണ് പുതിയ വ്ലോഗിൽ രാഹുൽ പറയുന്നത്. കാരണം ശ്രീവിദ്യയ്ക്ക് വേണ്ടി ഇൻട്രോ അടക്കം പറഞ്ഞത് രാഹുലാണ്. പൊതുവെ ചായയുമായി ചെന്ന് ഭർത്താവിനെ വിളിച്ചുവർത്തുന്ന ഭാര്യമാരെയാണ് കാണാറുള്ളതെങ്കിൽ ഇവിടെ രാഹുലാണ് ആദ്യം എഴുന്നേറ്റ് ഒരു ചായയുമായി ചെന്ന് ശ്രീവിദ്യയെ വിളിച്ചുണർത്തുന്നത്. ശേഷം അച്ഛനും അമ്മയ്ക്കും ഭർത്താവിനും ഒപ്പം ശ്രീവിദ്യ കുറച്ച് ഷോപ്പിങ്ങിന് ടൗണിലേക്ക് ഇറങ്ങി. താലിയിടുന്ന ചെയിൻ മാറ്റി വാങ്ങുക എന്നതായിരുന്നു പ്രധാന ഉദ്ദേശം. അതിനായി ജ്വല്ലറി കയറിയപ്പോഴാണ് മൂക്ക് കുത്തണമെന്ന തന്റെ ആഗ്രഹത്തെക്കുറിച്ച് രാഹുലിനോട് ശ്രീവിദ്യ പറഞ്ഞത്. രാഹുൽ സമ്മതം പറഞ്ഞെങ്കിലും അച്ഛന്റെ സമ്മതമില്ലെങ്കിൽ മൂക്കുത്തി എന്ന സ്വപ്നം ഉപേക്ഷിക്കണമെന്ന നിലപാടിലായിരുന്നു ശ്രീവിദ്യ. മുമ്പൊരിക്കൽ മൂക്ക് കുത്തുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അച്ഛൻ സമ്മതിച്ചിരുന്നില്ലെന്നും സമ്മതമില്ലാതെ കുത്തിയാൽ വീടിന് പടിക്ക് പുറത്താക്കുമെന്നാണ് പറഞ്ഞിരുന്നതെന്നും ശ്രീവിദ്യ പറയുന്നു. ഇനിയിപ്പോൾ വീട്ടിൽ നിന്ന് പുറത്താക്കിയാൽ കുഴപ്പമില്ലെന്നും കയറി ചെല്ലാൻ രാഹുലിന്റെ വീടുണ്ടെന്നും പറഞ്ഞാണ് സമ്മതം വാങ്ങാൻ അച്ഛന്റെ അടുത്തേക്ക് ശ്രീവിദ്യ ചെന്നത്. രാഹുൽ ഒപ്പമുണ്ടായിരുന്നത് കൊണ്ടാവണം അധികം എതിർക്കാൻ നിൽക്കാതെ അച്ഛൻ സമ്മതം പറഞ്ഞു. എന്നാൽ ഉറുമ്പ് കടിക്കുന്ന വേദന പ്രതീക്ഷിച്ചു പോയ ശ്രീവിദ്യ മൂക്കുകുത്തിയ ശേഷം കുറച്ചുനേരം ഒരു മരവിച്ച അവസ്ഥയിലായിരുന്നു. ഇത്രത്തോളം വേദന പ്രതീക്ഷിച്ചില്ലെന്നും വേദനയുണ്ടാകും, ഭർത്താവിനെ വിശ്വസിക്കരുതെന്നും താൻ പറയുന്നത് കേൾക്കാനും അച്ഛൻ പറഞ്ഞതാണെന്നും ശ്രീവിദ്യ തമാശയായി പറഞ്ഞു. മുറിവ് ഉണങ്ങിയ ശേഷം ധരിക്കാനായി ഒരു ഡയമണ്ട് മൂക്കുത്തിയും രാഹുൽ ശ്രീവിദ്യയ്ക്ക് വാങ്ങിക്കൊടുത്തു. മൂക്ക് കുത്തുന്നതിനെ എതിർത്തിരുന്ന അച്ഛന് പോലും മൂക്ക് കുത്തിയ ശേഷമുള്ള ശ്രീവിദ്യയുടെ ലുക്ക് ഇഷ്ടപ്പെട്ടു. രാഹുലിന്റെ അമ്മയും ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം മൂക്ക് കുത്തിയതോടെ ശ്രീവിദ്യ കൂടുതൽ സുന്ദരിയായി എന്നാണ് അഭിപ്രായപ്പെട്ടത്. പ്രേക്ഷകർക്ക് മൂക്ക് കുത്തിയ ശേഷമുള്ള ശ്രീവിദ്യയുടെ ലുക്ക് ഇഷ്ടപ്പെട്ടു. അടുത്തിടെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള സെലിബ്രിറ്റി കപ്പിളാണ് ശ്രീവിദ്യയും രാഹുലും. രണ്ടുപേരും ഇരുവരുടെയും കരിയറിന്റെ തുടക്കത്തിലാണ് പരിചയപ്പെട്ടതും പ്രണയത്തിലായതും. സ്റ്റാർ മാജിക് ഷോയുടെ ഭാഗമായ ശേഷമാണ് ശ്രീവിദ്യയ്ക്ക് ആരാധകർ വർദ്ധിച്ചത്. ഒരു പഴയ ബോംബ് കഥ, നൈറ്റ് ഡ്രൈവ് അടക്കമുള്ള സിനിമകളും ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങൾ ശ്രീവിദ്യയ്ക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്നു.